നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. മാർ ഓഗൻ കുര്യാക്കോസ് തിരുമേനിയുടെ മെത്രാപ്പോലിത്തൻ പട്ടാഭിഷേകത്തിന്റെ 2ാം വാർഷികം പൗരോഹിത്യ ദിനമായി ആചരിച്ചു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയുടെ വജ്ര ജൂബിലി തിരുനാൾ കൊടികയറി. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയുടെ തിരുനാൾ കൊടികയറി. സഭയുടെ വിവിധ ഇടവകകളിൽ ദിൻഹ തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചു. കേന്ദ്ര വിമൻ യൂത്ത് അസോസിയേഷന്റെ പഠന സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പോലിത്ത അഭിമന്യമാർ ഓഗൻ കുര്യാക്കോസ് തിരുമേനിയുടെ മെത്രാപ്പോലിത്തൻ പട്ടാഭിഷേകത്തിന്റെ 2ാം വാർഷികം തൃശൂർ മാർത്തുമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ പൗരോഹിത്യ ദിനമായി സമുചിതമായി ആഘോഷിച്ചു. 2023 ജനുവരി 8 തൃശൂരിൽ മാർത്തുമറിയം വലിയപള്ളി കത്തീഡ്രൽ പള്ളിയിൽ കൽദായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മാറന്മാർ ആവാ തൃതീയന്റെ പക്കൽ നിന്നാണ് പട്ടാഭിഷേകം സ്വീകരിച്ചത്. മാർത്തുമറിയം വലിയപള്ളി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. അഭിമന്യമാർ അപ്രേ മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഭിമന്യ തിരുമേനിമാരെയും വൈദികരെയും സഭയിലെ സിസ്റ്റേഴ്സിനെയും ആദരിച്ചു. വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി സ്വാഗത പ്രസംഗവും ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി നന്ദിയും പറഞ്ഞു. തുടർന്ന് പൗരോഹിത്യവും കൂദാശയും എന്ന വിഷയത്തെക്കുറിച്ച് മലങ്കര ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയത്തെ അധ്യാപകനായ ഡോക്ടർ ഫാദർ ബേബി വർഗീസ് സെമിനാർ നയിച്ചു. കേന്ദ്ര മഹിളാ സമാജം ജനറൽ സെക്രട്ടറി ശ്രീമതി മേരി പോൾ, കേന്ദ്ര യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജോഫിൻ ജോൺ ഒല്ലുകാരൻ, കേന്ദ്ര വിമൻസ് യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമതി ഫെബി കെവിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മറുപടി പ്രസംഗം അഭിമന്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ ലിയോൺ കാങ്കപ്പാടൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ജേക്കബ് ബേബി ഒലക്കെങ്കൽ, എ വി ഷാജു, ലാലി റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയുടെ വജ്ര ജൂബിലി തിരുനാൾ കൊടികയറ്റം ജനുവരി 5 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറൻ ഫാദർ ജാക്സ് ചാണ്ടി കശീശ നിർവഹിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി റവറൻ ബിനോയ് നിരപ്പത്ത് കശീശ, ഇടവക കൈക്കാരന്മാരായ തിമത്തി MR, ഫ്രാൻസിസ് PP, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റു ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 10, 11, 12, 13 വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി തിരുനാൾ കൊണ്ടാടുന്നു. വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കരുതൽ സ്പർശം എന്ന പേരിൽ 10 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്നു. ജനുവരി 10 വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തിൽ വെച്ച് 120 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗജന്യ കൂപ്പണുകളുടെ വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കുന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയുടെ തിരുനാൾ കൊടികയറ്റം ജനുവരി 5 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡേവിസ് തലോക്കാരൻ നിർവഹിച്ചു. സഹവികാരി ഫാദർ സിൻഡോ ജോസ്, ഇടവക കൈക്കാരന്മാരായ വർഗീസ് ജെ ഒല്ലുകാരൻ, ഇഗ്നേഷ്യസ് ജോസഫ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റു ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജനുവരി 9, 10, 11, 12 വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലാണ് തിരുനാൾ. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയിൽ ദിൻഹ തിരുനാൾ ആചരിച്ചു. ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശയുടെ നേതൃത്വത്തിൽ പിണ്ടി തെളിയിച്ചു. ഇടവക കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. ജനുവരി 6 തിങ്കളാഴ്ച വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. എറണാകുളം സെന്റ് തോമസ് പള്ളിയിൽ സഹവികാരി ലിജോ ശമ്മാശൻ പിണ്ടി തെളിയിച്ചു. വികാരി അബി ആന്റണി അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുൻ വികാരി സിൻഡോ ജോസ് അച്ഛനും പങ്കുചേർന്നു. പ്രകാശത്തിന്റെ തിരുനാളായ ദിൻഹ തിരുനാൾ പറവട്ടാനിമാർ അദായ് സ്ലീഹ പള്ളിയിൽ ആഘോഷിച്ചു. ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി റവറൻ റൂണോ വർഗീസ് കശീശ സന്നിഹിതരായ കുട്ടികളോടൊപ്പം ആദ്യ തിരി തെളിയിച്ച് പിണ്ടി തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മെൻസ് അസോസിയേഷൻ നടത്തിയ മത്സരത്തിന്റെ ഭാഗമായി ഇടവകയിലെ വിവിധ വാർഡുകൾ കൺവീനർമാരുടെ നേതൃത്വത്തിൽ പിണ്ടി തെളിയിച്ചു. മത്സരത്തിൽ ഓഗിൻ വാർഡ് 1ാം സ്ഥാനവും ഏദൻ വാർഡ് 2ാം സ്ഥാനവും ആരോൺ വാർഡ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പങ്കെടുത്ത എല്ലാ വാർഡുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. കൽദായ മീഡിയ ഡയറക്ടർ റവറൻ തിമത്തി ബ്രഹ്മകുളം കശീശ ദിൻഹ തിരുനാൾ സന്ദേശം നൽകി. സെക്രട്ടറി OT ഫ്രാൻസി നന്ദി പറഞ്ഞു.
റവറൻ നിൻസൺ വർഗീസ് കശീശ സമാപന പ്രാർത്ഥന നടത്തി. പിണ്ടി തെളിയിക്കൽ മത്സരത്തിന്റെ കൺവീനർമാരായ സാബു എരിഞ്ഞേരി, ഡേവിസ് ചാണ്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനുവരി 6 രാവിലെ 6:45 മാർ നെസ്തോറിയസ് ക്രമപ്രകാരം റവറൻ റൂണോ വർഗീസ് കശീശ വിശുദ്ധ കുർബാന അർപ്പിച്ചു. റവറൻ തിംത്യോസ് ജോയ് കശീശ സഹായിയായി. ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളി മെൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദിൻഹ തിരുനാളിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള പിണ്ടിക്കുത്തി മത്സരം ഈ വർഷം 2025 ജനുവരി 5 ഞായറാഴ്ച വൈകുന്നേരം 7:30 ഇടവകയിലെ 10 വാർഡുകളെ ഉൾപ്പെടുത്തി പള്ളി അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടിയിൽ അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത പങ്കെടുക്കുകയും സമ്മാനാർഹർക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകി. ഫസ്റ്റ് പ്രൈസ് വാർഡ് 5, സെക്കൻഡ് പ്രൈസ് വാർഡ് 3, തേർഡ് പ്രൈസ് വാർഡ് 9 കരസ്ഥമാക്കി. മുംബൈ മാർ ഗബ്രിയേൽ പള്ളിയിൽ ദിൻഹ തിരുനാൾ ആഘോഷിച്ചു. അതിനോട് ചേർന്നുള്ള പിണ്ടി തെളിയിക്കൽ ചടങ്ങും സമുചിതമായി ആചരിച്ചു. മുംബൈ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദിൻഹ തിരുനാളും പിണ്ടി തെളിയിക്കൽ ചടങ്ങുകളും സംഘടിപ്പിച്ചത്. എല്ലാ വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. അതിനുശേഷം സ്നേഹവിരുന്നുണ്ടായിരുന്നു. കോഴിക്കോട് മാർ തിംത്യോസ് പള്ളിയിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി ബിനു ജോസഫ് പോന്നോക്കാരനച്ചൻ പിണ്ടിയിൽ തിരിതെളിയിച്ചു. വെളിച്ചത്തിന്റെ ആഘോഷം കൂടിയായ ദിൻഹ തിരുനാളിനെ പ്രതീകമായി എല്ലാവരും തുടർന്ന് തിരികൾ തെളിയിച്ചു. ചടങ്ങുകളിൽ മുഴുവൻ ഇടവകാംഗങ്ങളും പങ്കെടുത്തു. ദിൻഹ തിരുനാൾ പ്രമാണിച്ച് നടത്തറ മാർ നർസൈ പള്ളിയിൽ ഇടവക വികാരി റവറൻ ഫാദർ ബിഒ തിമത്തി പാരിഷ് കൗൺസിലിന്റെയും മറ്റു ഇടവക വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പിണ്ടി തെളിയിച്ചു. ചാലക്കുടി മാർത്തുമറിയം പള്ളിയിൽ ദിൻഹ തിരുനാൾ അഥവാ പിണ്ടിക്കുത്തി പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ആചരിച്ചു. വൈകുന്നേരം ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ പിണ്ടിക്കാൽ നാട്ടി. തുടർന്ന് റവറൻ ഫാദർ നിബുൺ അറക്കലിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും അതിനുശേഷം വിശുദ്ധ ആരാധന ശുശ്രൂഷയും നടത്തി. തുടർന്ന് റവറൻ ഫാദർ നിബുൺ അറക്കൽ ആദ്യ ദീപം തെളിയിച്ചു. അതിനുശേഷം ഇടവകയിലെ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ദേവാലയത്തിനു ചുറ്റും അനേകം ചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു. തുടർന്ന് ഇടവക വികാരി റവറൻ ഫാദർ നിബുൺ അറക്കലിന്റെ നേർച്ച ആശീർവാദവും അതിനുശേഷം സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. പാരിഷ് കൗൺസിൽ അംഗങ്ങളും കൈക്കാരന്മാരും ഇടവക ജനങ്ങളും എല്ലാ ചടങ്ങുകളിലും ഭക്തിയോടെ പങ്കുചേർന്നു. മുംബൈ മാർ ഗബ്രിയേൽ ഇടവകയുടെ ക്രിസ്തുമസ് കരോൾ ഇത്തവണയും കുട്ടികളടക്കം 200-ൽ പരം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് 3 ദിവസങ്ങളിലായി ഇടവക ഭവനങ്ങളിൽ പൂർവാധികം ഭംഗിയായി നടത്തി. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 7 മണിക്ക് ഇടവക വികാരി റവറൻ CG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ആരാധന നടത്തുകയും തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. എറണാകുളം സെന്റ് തോമസ് പള്ളി മുൻ വികാരി സിൻഡോ ജോസ് അച്ഛനെ പാരിഷ് കൗൺസിലും ഇടവക അംഗങ്ങളും ചേർന്ന് യാത്രാമംഗളങ്ങൾ നേർന്നു. കേന്ദ്ര വിമൻ യൂത്ത് അസോസിയേഷന്റെ പഠന സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കായി 2025 ജനുവരി 4 ശനിയാഴ്ച രാവിലെ 9:30 കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ ബെന്നി ജേക്കബ് സി വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു. വികാരി ജനറൽ റവറൻ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി കശീശ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിനു പവൽ നന്ദി പറഞ്ഞു. തുടർന്ന് ഉച്ചഭക്ഷണത്തോടെ ആഘോഷ പരിപാടികൾ അവസാനിച്ചു. തൃശൂർ എക്യുമെനിക്കൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ പ്രതിമാസ പ്രാർത്ഥനാ യോഗം പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്തൻ അരമനയിൽ വെച്ച് 2025 ജനുവരി 6 നടന്നു. പ്രസ്തുത യോഗത്തിൽ അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത തിരുമേനി അനുഗ്രഹ പ്രഭാഷണം പങ്കുവച്ചു. തൃശൂർ പാസ്റ്റർ സെന്റർ ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസ് വട്ടക്കുഴി വചനദൂത് നൽകി. എക്യുമെനിക്കൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ശ്രീ സെബി ഇരുമ്പൻ അധ്യക്ഷത വഹിച്ചു. പുതുവർഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് പങ്കുവച്ച് സന്തോഷം പങ്കിട്ടു. തൃശൂർ കാൽവരി ആശ്രമം റെക്ടർ റവറൻ ഫാദർ ലോട്ടസ്, മെത്രാപ്പൊലിത്തൻ സെക്രട്ടറി റവറൻ ഫാദർ ജിനു ജോസ്, എക്യുമെനിക്കൽ അംഗമായ റവറൻ ഫാദർ അബിൻ അറങ്ങാശ്ശേരി, വൈസ് പ്രസിഡന്റ് ശ്രീ ബി ലോക്കോസ്, മറ്റ് എക്യുമെനിക്കൽ ഗ്രൂപ്പ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും പ്രാർത്ഥനാ യോഗത്തിൽ പങ്കുകാരായിരുന്നു. ദിൻഹ തിരുനാളിനോടനുബന്ധിച്ച് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ വികാരി ഫാദർ ഡേവിസ് തലോക്കാരൻ പിണ്ടി തെളിയിച്ചു. കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇടവക അംഗങ്ങളും പങ്കെടുത്തു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.